ഫോറയം ബിസിനസ് ക്ലബിന്റെ ഹാൾ ഓഫ് ഫെയിം എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ ക്ലബിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള മെമ്പേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾ അവരുടെ ലൈഫിൽ അവരുടെ ഹാബിറ്റുകൾക്ക് മാറ്റം വരുത്തി അവരുടെ സിസ്റ്റംസ് കൊണ്ടുവന്നു. അങ്ങനെ അവരുടെ ലൈഫിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കി, പ്രത്യേകിച്ച് ചില സക്സസ് ഉണ്ടാക്കി എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. അങ്ങനെ സക്സസ് ആയ ആളുകളെ സെലക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണിത്. അങ്ങനെ ഇന്നത്തെ ഒരു വേദിയിലേക്ക് നമ്മൾ ഒരു വിശിഷ്ടാതിഥിയെ ക്ഷണിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ നേരിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടാൻ വേണ്ടി പറ്റും. ഓക്കെ, ശ്രീജ, സ്റ്റേജ് ഇസ് യുവേഴ്സ്. ഹായ് ശ്രീജ, എന്തായാലും താങ്കൾ ഒന്ന് പരിചയപ്പെടുത്താം എല്ലാവർക്കും വേണ്ടിയിട്ട്. എന്റെ പേര് ശ്രീജ. ഞാൻ കോഴിക്കോട് കൊയിലാണ്ടി പൂക്കാടാണ് സ്ഥലം. എന്റെ ഫാമിലിയില് ഹസ്ബൻഡും 2 കുട്ടികളാണുള്ളത്. ഹസ്ബൻഡിന്റെ പേര് ശ്യാം, തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറാണ്. 2 മക്കളാണുള്ളത്. ഒരാള് തീർത്ഥ, ഒരാള് പവിത്ര. മൂത്താള് ഡിഗ്രി ഫസ്റ്റ് ഇയർ ചെയ്യുന്നു, രണ്ടാമത്തെ ആള് 9th-ലാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ശ്രീജ, ശരിക്കും എന്തുകൊണ്ടാണ് താങ്കൾ ഈ ബിസിനസ്സിൽ, പ്രത്യേകിച്ചും ഈ ഫോറയം ബിസിനസ് ക്ലബിലേക്ക് വരാനുണ്ടായ കാരണം? അത് സാറ് ഫോറയം ബിസിനസ് എന്നുള്ള പേര് തന്നെയാണ്. കാരണം എനിക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ലായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു, എന്തെങ്കിലും ഒരു സപ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ സാറിന്റെ ആഡ് കാണുന്നത്. അപ്പൊ ഞാൻ ഒന്നും സംശയിക്കാണ്ട് ഞാൻ അതിൽ ജോയിൻ ചെയ്തു. ഒന്നുമില്ലെങ്കിൽ ഞാൻ നന്നാവും എന്നുള്ള തീരുമാനത്തിൽ ഞാൻ അതിൽ ജോയിൻ ചെയ്യായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ അതുവരെ കൺസിസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലെന്നാണോ പറയുന്നത്? അതെ, കാര്യങ്ങൾ ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ കുറെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണാറുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യണം ലൈഫിൽ എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യാൻ കഴിയാറില്ല. കാരണം ഞാൻ പ്ലാൻ ചെയ്യും, 2 ദിവസം നന്നായിട്ട് ചെയ്യും, പിന്നെ 3ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് അത് ലാഗാകും. ചെയ്യാൻ പറ്റാറില്ലായിരുന്നു. രാവിലെ ഒക്കെ നേരത്തെ എഴുന്നേൽക്കുന്ന ആളാണോ ശരിക്കും? ഞാൻ സാധാരണ 5 മണിക്ക് എണീക്കുന്ന ആളാണ്. പക്ഷേ ഫോറമിൽ ജോയിൻ ചെയ്ത ശേഷം ഇപ്പൊ 4:30-ക്ക് കറക്റ്റ് ആയിട്ട് എണീക്കാറുണ്ട്. ഓക്കെ. എന്താണ് ഫോറമിൽ ഇപ്പൊ വന്നിട്ട് എത്ര കാലം? ഞാൻ ഫെബ്രുവരി 8-നാണ് ജോയിൻ ചെയ്തത്. പക്ഷെ ഞാൻ ആപ്പ് ഒക്കെ യൂസ് ചെയ്ത് തുടങ്ങിയത് ഒരു 1.5 ആഴ്ച കഴിഞ്ഞതിന് ശേഷം, അതൊക്കെ ഒന്ന് പഠിച്ചതിന് ശേഷമാണ്. പക്ഷെ ഇപ്പൊ ക്ലബിൽ വന്നതിന് ശേഷം, ഇത്രയും കാലത്തെ ഒരു എക്സ്പീരിയൻസിൽ ക്ലബിൽ വന്നതിന് ശേഷം എന്തൊക്കെ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്? രാവിലെ നേരത്തെ 5 മണിക്ക് എണീക്കുന്നത് ഞാനിപ്പോ 4:30-ക്ക് എണീക്കുന്നുണ്ട്. പക്ഷെ എന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല് കൺസിസ്റ്റൻസി ഇല്ലായ്മ ആയിരുന്നല്ലോ എന്റെ പ്രശ്നം. അപ്പോ എനിക്ക് പിന്നെ കാര്യങ്ങള് ഞാൻ വിചാരിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് ഉള്ള പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഫോറമിൽ വന്നതിന് ശേഷം രാവിലെ സാറിന്റെ മോർണിംഗ് ചലഞ്ച് തുടങ്ങിയ സമയത്ത് എനിക്ക് കറക്റ്റ് ആയിട്ട് ആദ്യത്തെ ദിവസം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, 5 മണിക്ക് എണീക്കുന്നത് 4:30-ക്ക് എണീക്കാൻ. പിന്നെ ഞാനത് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അത് റെഡിയായി. പക്ഷെ പിന്നെയും ടൈം മാനേജ്മെന്റ് ഒരു പ്രശ്നമായിരുന്നു. അപ്പൊ സാറിന്റെ ക്ലാസ്സുകൾ കണ്ട് ഞാൻ ടൈം ഒക്കെ ഷെഡ്യൂൾ ചെയ്ത് ഇപ്പൊ നന്നായിട്ട് ടൈം മാനേജ് ചെയ്ത് ഞാൻ അതിനു മുൻപ് കുറെ സമയം വേസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. എങ്ങനെ എനിക്ക് ഈ സമയം യൂട്ടിലൈസ് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അത് നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് ഇപ്പോ. അത് കാരണം ഞാൻ നല്ല ഹാപ്പിയാണ്, നല്ല കോൺഫിഡന്റ് ആയി. വീഡിയോ ചലഞ്ച് ചെയ്തതിന് ശേഷം എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ഒരു വീഡിയോ പോലും ഞാൻ ഇതുവരെ ജീവിതത്തിൽ സ്വന്തമായിട്ട് എടുത്തിട്ടില്ലായിരുന്നു. അപ്പൊ എനിക്കിപ്പോ സാറിനോട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് ആ വീഡിയോ ചലഞ്ച് ഒക്കെ ചെയ്തതിന് ശേഷമാണ്. അപ്പൊ പിന്നെ എനിക്ക് മണി മാനേജ്മെന്റ്, അങ്ങനെ ബിസിനസിന്റെ കാര്യങ്ങൾ, ഈ ക്ലാസ്സുകളൊക്കെ കിട്ടിയപ്പോ എനിക്ക് നല്ല മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി. കോൺഫിഡൻസ് ലെവൽ വളരെ കൂടി. അതുപോലെ ഗോളൊക്കെ സെറ്റ് ചെയ്യാറുണ്ടോ? ഞാൻ ഇതുവരെ ഗോളൊന്നും സെറ്റ് ചെയ്യാറില്ലായിരുന്നു. കാര്യങ്ങൾ ഓരോ ദിവസവും ചെയ്യേണ്ടത് എന്താണ്, അങ്ങനെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അതൊക്കെ എഴുതി വെക്കാറുള്ള ഒരാളായിരുന്നു ഞാന്. പക്ഷെ അതൊന്നും പ്രോപ്പർ ആയിട്ട് എങ്ങനെ ചെയ്യണം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ ഞാൻ സാറിന്റെ ക്ലാസ്സുകൾ കണ്ട് കറക്റ്റ് ആയിട്ട് ഗോൾസ് സെറ്റ് ചെയ്യാറുണ്ട്. ആ ഗോൾസ് അച്ചീവ് ചെയ്യാൻ എന്തൊക്കെ ആക്ഷൻസ് ആണ് എടുക്കേണ്ടത് എന്നുള്ളത് പ്ലാൻ ചെയ്യാറുണ്ട്. അതിനനുസരിച്ച് ചെയ്യാറുണ്ട്. അച്ചീവ് ചെയ്യുമ്പോ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയാ, നല്ലൊരു സന്തോഷമാണ്. അത് നമ്മളെ കോൺഫിഡൻസ് ലെവൽ വല്ലാണ്ട് കൂട്ടും. മണി മാനേജ്മെന്റോ? ഞാൻ ബിസിനസ്സിലെ
ബിസിനസ് അക്കൗണ്ടും എന്റെ പേഴ്സണൽ അക്കൗണ്ടും ഒക്കെ മിക്സ് ആയിക്കൊണ്ടായിരുന്നു ഞാൻ ചെലവാക്കാറുണ്ടായിരുന്നത്. എന്റെ 2 ഫോണുണ്ട് എനിക്ക്, ബിസിനസ് ഫോണും പേഴ്സണൽ ഫോണും. അപ്പോൾ രണ്ടിൽ നിന്നും ഞാൻ പേഴ്സണൽ ആവശ്യത്തിന് ജിപേ ചെയ്യുകയും ഓരോ സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴൊക്കെ ജിപേ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പൊ എനിക്ക് എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. എന്റെ ബിസിനസ്സിൽ എത്ര വരുമാനം ഉണ്ട് ഒരു ദിവസം, എത്ര ഞാൻ സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ പോകുന്നുണ്ട് എന്നല്ലാതെ ആക്സിഡന്റലി ഞാൻ വന്നതാണ് ബിസിനസ്സിലേക്ക്. അപ്പോ എനിക്ക് അറിയില്ലായിരുന്നു ഇതെങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഇപ്പൊ ഞാൻ പ്രോപ്പർ ആയിട്ട് കൃത്യമായ കണക്കുകൾ വെക്കുന്നുണ്ട്. അപ്പോ എനിക്കത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അതുപോലെ ക്ലബിൽ വന്നിട്ട് ഇപ്പോ നമുക്ക് ഫ്രണ്ട്സിനാരെങ്കിലും കിട്ടിയോ? അധികം ഫ്രണ്ട്സ് ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. കാരണം എന്റെ ചിന്താഗതിയായി പൊരുത്തപ്പെട്ടു പോകുന്ന ഫ്രണ്ട്സിനെ വേണം എന്നുള്ള ആഗ്രഹിക്കുന്ന ഒരാളായതുകൊണ്ട്. അപ്പൊ ഇപ്പൊ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. നമ്മുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ഒരു ഫാമിലിയാണ്. ഒരു 1000ന്റെ അടുത്ത ആളുകൾ വരുന്ന ഒരു ഫാമിലി അല്ലേ. അപ്പൊ കേരളത്തിനകത്തുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഇപ്പൊ എനിക്കുണ്ട്. ഞാൻ അവരുടെ പേഴ്സണലി കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അവരൊക്കെ നല്ല സപ്പോർട്ടാണ്, നല്ല സ്നേഹമുള്ളവരാണ്. പിന്നെ ഇതിനൊരു ഏജ് ബാർ ഒന്നും ഇല്ലല്ലോ. അപ്പോ ഒരുപാട് പ്രായമുള്ളവരടക്കം ഇതിലുള്ളത് കാരണം നമുക്ക് അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് പേഴ്സണലായിട്ട് ചോദിക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ അവർ ഇന്ന കാര്യങ്ങൾ ചെയ്തോളൂ ശ്രീജ എന്ന് എന്നോട് പേഴ്സണലി പറയാറുണ്ട്. അപ്പോ സാറിന്റെ അടുത്ത് നിന്നുള്ള ഒരു സപ്പോർട്ട് മാത്രമല്ല, നമുക്ക് ഫാമിലിയിൽ നിന്നുള്ള അവരുടെ സപ്പോർട്ട് കൂടി കിട്ടുന്നതുകൊണ്ട് നമുക്ക് ലൈഫ് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഓക്കെ ശ്രീജ, എക്സലന്റ് എക്സലന്റ്. അതുപോലെ ഒരു കാര്യം കൂടി, ഇപ്പൊ ഒരു പുതിയൊരു സക്സസ്, ഒരു പുതിയ സ്ഥാപനത്തിലേക്ക് മാറി എന്നൊക്കെ പറഞ്ഞു, അതൊന്ന് പറയാമോ? ഞാന് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു എന്തെങ്കിലും ചെയ്യാ എന്ന് വിചാരിച്ചാണ് ഞാനൊരു CSC സെന്റർ തുടങ്ങിയത്. അത് ചെറിയ ഒരു ഓഫീസായിരുന്നു എന്റേത്. അപ്പൊ ആൾക്കാർക്ക് വന്നു പോകാനും ഉള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നുള്ളൂ. അവിടെ അധിക നേരം ഇരിക്കാനൊന്നുള്ള സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞാല് കുറച്ചു നേരം ഇരുന്ന് ചെയ്യേണ്ട വർക്കുകളായിരിക്കുമല്ലോ, അക്ഷയ വർക്കുകൾ. അപ്പൊ ഞാനിപ്പം സാറിന്റെ ക്ലാസ്സിൽ വന്നതിന് ശേഷമാണ് ഞാൻ ക്ലാസ്സുകൾ കേട്ട് എനിക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ആയി. അപ്പൊ ഞാൻ പുതിയ റൂമുകൾ അന്വേഷിച്ച് കണ്ടെത്തി. അങ്ങനെ ഞാനൊരു നല്ല റൂം സെലക്ട് ചെയ്തു. അങ്ങനെ പെട്ടെന്ന് തന്നെ അതിലേക്ക് മാറി. ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഞാൻ ആകെ ഒരു ദിവസമാണ് ഈ ഒരു ഷോപ്പിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ഓഫ് ആക്കിയത്. ബാക്കി എല്ലാ ദിവസവും പ്രവൃത്തി ദിവസമായിരുന്നു. ഈ ഇനാഗുറേഷൻ 25th ഇനാഗുറേഷൻ ആയിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച. ആ സമയത്ത് ആ ശനിയാഴ്ച മാത്രമാണ് ഞാൻ ഓഫ് ആക്കിയത്. പിന്നെ എന്റെ ഹസ്ബൻഡ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു കേട്ടോ, കാര്യങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്ത് തരാനൊക്കെ. അപ്പോൾ സാറിന്റെ ക്ലാസ് കേട്ട് എനിക്ക് നല്ല കോൺഫിഡൻസ് വന്നു. അങ്ങനെയാണ് ഞാൻ പുതിയ റൂമിലേക്ക് മാറിയത്. ഇപ്പൊ ഇവിടെ കുറച്ചുകൂടെ സൗകര്യങ്ങളുണ്ട്, നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു സ്റ്റാഫ് ഉണ്ട് കൂടെ, നല്ല എലിജിബിൾ ആയിട്ടുള്ള നല്ല കുട്ടിയാണ്. അപ്പൊ കാര്യങ്ങളൊക്കെ ഇപ്പൊ നല്ല രീതിയിൽ പോകുന്നുണ്ട്. വരുന്നവരൊക്കെ എന്നോട് പറയുന്നുണ്ട് ഇങ്ങോട്ട് മാറിയത് നന്നായി, നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അവരും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ് മാറിയതിനു ശേഷം. ഓക്കെ ശ്രീജ, എന്തായാലും ഇത്രയും വലിയ സക്സസ് അറിഞ്ഞതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. ഓക്കെ, നമ്മുടെ 4AM ക്ലബിലുള്ള മെമ്പേഴ്സിനോട് എന്ത് മെസ്സേജാണ് കൊടുക്കാനുള്ളത്? 4AM ക്ലബിലുള്ള മെമ്പേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, സാറ് പറയുന്ന ഒരു കാര്യമാണ്, പ്രോപ്പർ ആയിട്ട് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോവുക. സാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ അതാണ് ചെയ്യുന്നത്. അതിൽ നിന്നാണ് എനിക്ക് സക്സസ് ഉണ്ടായത്. അപ്പൊ നമ്മള് മടി കൂടാതെ ഒരു സ്റ്റെപ്പെങ്കിലും മുന്നോട്ട് വെച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും വിജയം ഉണ്ടാവും. പിന്നെ ഇവിടെ നമ്മളെ കളിയാക്കാൻ ആരും ഇല്ലല്ലോ. നമ്മൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യാനല്ലേ ആളുകളുള്ളൂ. അത് കാരണം നമ്മൾ മടി കൂടാതെ സാറ് 4AMലുള്ള ടാസ്കുകൾ ചെയ്യാം, വെബിനാറിന്റെ ഫീഡ്ബാക്കുകൾ ചെയ്യാം. പലർക്കും സമയമൊന്നും ഉണ്ടാവില്ല. എന്നിരുന്നാലും ഉള്ള സമയത്ത് നമുക്ക് ഇമ്പ്രൂവ്മെന്റ് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്റ്റെപ്പെങ്കിലും മുന്നോട്ട് വെക്കുക. എന്നാലും മൊത്തം ഫാമിലിയും നമ്മുടെ കൂടെ ഉണ്ട്. ഓക്കെ ശ്രീജ, എന്തായാലും നല്ലൊരു മെസ്സേജാണ്. അതുപോലെ ഒരു കാര്യം കൂടി, നമ്മുടെ പുതിയ ആളുകൾ, അതായത് ഇതുവരെ ക്ലബിലേക്ക് ജോയിൻ ചെയ്യാത്ത, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വേണോ, ഇങ്ങനെയുള്ള ക്ലബിലേക്ക് ജോയിൻ ചെയ്യണോ വേണ്ടോ സംശയിച്ചു നിൽക്കുന്ന ആൾക്കാരോട് എന്ത് പറയാനുള്ളത്? അവരോട് പറയാനുള്ളത്, നമുക്ക്
ഞാൻ ചിന്തിച്ച് നിൽക്കാതെ തന്നെ പെട്ടെന്ന് ജോയിൻ ചെയ്ത ഒരാളാണ്. എനിക്ക് അത്രയും ആഗ്രഹം ഉണ്ടായിരുന്നു നന്നാവണം എന്നുള്ളത്. പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നുള്ളത്. അപ്പോ നമുക്ക് നല്ല പ്രോപ്പർ ആയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ആക്ഷൻ എടുത്തേ മതിയാവും. അപ്പോൾ ഒരു സ്റ്റെപ്പ് നമ്മൾ ജോയിൻ ചെയ്യുക, ആദ്യം ആപ്പിലേക്ക് ജോയിൻ ചെയ്യുക എന്നുള്ളതാണല്ലോ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം. അത് നിങ്ങൾ ചെയ്യുക. അപ്പം ബാക്കിയെല്ലാം താനേ വന്നോളും. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആക്ഷൻ അവിടെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളത് താനേ വന്നോളും. ഫോറേം ഫാമിലി എന്ന് പറയുന്നത് വലിയൊരു ഫാമിലിയാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്നത് നല്ലൊരു സാറിനെയാണ്. അത്രയും സപ്പോർട്ട് ആയിട്ടുള്ള ഒരാളെ നമുക്ക് കിട്ടാനില്ല. കാരണം എന്ത് കാര്യത്തിന് നമ്മൾക്ക് സാറിനെ സമീപിക്കാം. അതുപോലെ സാറ് ഉടനെ തന്നെ നമുക്ക് റിപ്ലൈ തരാറുണ്ട്. എന്ത് നമുക്ക് ഡൗട്ട് വന്നാലും. പിന്നെ അത്രയും നോളജ് ഉള്ള ഒരാളുടെ അടുത്താണ് നിങ്ങൾ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് വേറൊരു കാര്യം പറയാനുള്ളത്. എനിക്ക് ബിസിനസിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ ബിസിനസ് ആണ് ഞാൻ ചെയ്യുന്നത് എന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. ഞാനൊരു ചെറിയ സ്ഥാപനം ഒരു താൽക്കാലികമായിട്ട് എനിക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. പിന്നെ ഇങ്ങനെ ഒരു വളർച്ച ഉണ്ടാവാനുള്ള കാരണം ഞാൻ ഈ ക്ലബിൽ വന്നതിന് ശേഷം ബിസിനസ് എന്താണ് എന്ന് കുറച്ചുകൂടെ മനസ്സിലാക്കിയതിന് ശേഷമാണ്. ബിസിനസിന്റെ കാര്യങ്ങൾ മാത്രമല്ല, എല്ലാ മേഖലയിലുള്ള നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെന്റ് ആയാലും ഫിനാൻഷ്യൽ ഡെവലപ്മെന്റ് ആയാലും വെൽത്ത്, ഹെൽത്ത് എല്ലാ ഡെവലപ്മെന്റിനും ഉപകരിക്കുന്ന ഒരു ക്ലബാണിത്. അപ്പോ നിങ്ങൾ ഒരു മടിയും കൂടാതെ ജോയിൻ ചെയ്തോളൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ ശ്രീജ, എന്തായാലും വളരെ വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ശ്രീജ, എന്തായാലും ഇത് തുടക്കം മാത്രമായിട്ടുള്ളൂ. നമ്മുടെ ഫാമിലി നമ്മുടെ യാത്രയാണ്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ഒരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാല് ലോകം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടാവുന്നാണല്ലോ സാറേ പറയാ. അപ്പോ പക്ഷെ ആ ഒരു ലോകം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും ആ ഒരു കാര്യം തുടങ്ങാനുള്ള ഒരു എനർജിയും ധൈര്യവും എനിക്ക് കിട്ടിയത് ഫോറേം ക്ലബിൽ നിന്നാണ്. ഓക്കെ ശ്രീജ, എന്തായാലും നല്ലൊരു ഇന്റർവ്യൂ ആയിരുന്നു. എന്തായാലും ഒരു കാര്യം ചെയ്യണം, കൃത്യമായിട്ട് ആക്ഷൻസ് എടുക്കുക. ഇനിയും മുന്നോട്ട് പോവാം. നമുക്ക് ഒരുപാട് യാത്രകൾ ഇനിയും മുന്നോട്ട് പോകാറുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ.